ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ട്രാവൽ വ്ളോഗിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത് മൂന്നാറിലെ കാഴ്ചകളാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ കൊടൈക്കനാൽ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് കൊടൈക്കനാലിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. രാത്രി നേരത്തായിരുന്നല്ലോ നമ്മൾ വന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ആസ്വദിച്ച് ശരിക്കും കാണുന്നത്. ഇപ്പോഴാണ് ഇവിടെ വന്നിട്ട് നമ്മൾ തേയിലത്തോട്ടങ്ങളോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെയുള്ളത് മെയിനായിട്ടുള്ളത് പൈൻ ഫോറസ്റ്റ്, പിന്നെ യൂക്കാലിപ്സിൻ്റെ മരങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകൾ. നമ്മൾ കൊടൈക്കനാലിലോട്ട് വന്നത് പഴനി വഴിയായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് സഞ്ചാരികൾ ഈ വഴിക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ വഴിക്ക് വരുന്നുണ്ട്, പഴനി വഴിക്കൊക്കെ. അപ്പോൾ ഭയങ്കര അവിടെ പാസ് വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ പഴനിയിൽ പോകണം, ആ ക്ഷേത്രങ്ങളുടെ അടുത്തൊക്കെ പോകണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് നടന്നിട്ടില്ല. പിന്നെ രാത്രിയായിരുന്നു. തിരിച്ച് പോകുന്നത് മൂന്നാറിലോട്ടായതുകൊണ്ട് തേനി ദേവികുളം വഴിക്കാണ് നമ്മൾ മൂന്നാറിലോട്ട് പോകുന്നത്. ആ വഴി പൊള്ളാച്ചി വഴി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. അതാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പം കൊടൈക്കനാലിൻ്റെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ച് ചെറിയൊരു തട്ടുകട പോലെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ വഴിവക്കിലാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു ഹോട്ടൽ കണ്ടത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മളെപ്പോഴും രാവിലെ കഴിക്കുന്ന ഭക്ഷണം ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിക്കാറ്. പൂരിയും ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഞാൻ ഒരുപാട് നോൺ വെജൊന്നും അധികം കഴിക്കില്ല. നമ്മൾ കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആകെയുള്ളൊരിത്. പിന്നെ നമ്മൾ പോകുമ്പോൾ സ്നാക്സും അതും ഇതൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അത്രയും ഒരു ഹെവി ഫുഡൊന്നും നമ്മൾ പുറത്തുനിന്ന് കഴിക്കാറില്ല. നമ്മൾ വയറ് കേടുവരണ്ടെന്ന് കരുതിയിട്ട് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് കുറച്ച് അന്തരീക്ഷമൊക്കെ നല്ല കുഴപ്പമില്ലാന്ന് തോന്നി. അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഫ്രൂട്ട്സ് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഇവിടെ കാണുന്ന പൂണ്ടില്ലേ, ഈ വെളുത്തുള്ളി എന്ന് പറയും, അതൊക്കെ കൊലയോടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി അവിടെ. പിന്നെയൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് നമ്മൾ കണ്ടതൊക്കെ. ആച്ചു എന്താ കഴിക്കണേ? റോസ്റ്റാണ് പറഞ്ഞത്. മൂന്നാറിലൊരു സ്ഥലത്ത് നിർത്തിയിട്ടിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും മോള് ഛർദിയൊക്കെ കഴിഞ്ഞ് ടയേർഡായിരുന്നു. കിട്ടുന്ന സ്ഥലത്ത് ഞങ്ങൾ നിർത്തിയതാണ്. അതുകൊണ്ടാണോ ഇക്ക
അധികം ഫോട്ടോയിലേക്കൊന്നും നിൽക്കാൻ താല്പര്യമുള്ള ആളല്ല. പക്ഷേ ഞങ്ങളവിടെ നിർത്തിയതും ഇക്ക കുറച്ച് താഴ്ചയിൽ ഇറങ്ങിയിട്ട് ഇക്ക അവിടെ നിന്ന് എന്നെയും കൈ പിടിച്ചിറക്കി. ഞാൻ ഭയങ്കര ത്രില്ലിങ്ങിൽ ഞാനും അങ്ങോട്ട് ഇറങ്ങി. നല്ല ആഴം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയപ്പോൾ മക്കൾക്കും അവിടെ ഇറങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് അളിയനെ എടുത്ത് തരികയാണ് കേട്ടോ ഈ വീഡിയോ. ഞങ്ങളെ ഒഴിച്ച് മറ്റെല്ലാം അദ്ദേഹം വീഡിയോ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ തല മാത്രമേ കാണുന്നുള്ളൂ. ഇത് ഭയങ്കര കോമഡി ആയിട്ട് അവിടെ നിന്നിട്ട് എടുക്കാൻ. പിന്നെ നിൽക്കുന്ന ഭാഗത്തൊക്കെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ അവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ആ ഒരു ഇത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. കാരണം സഞ്ചാരികൾ യാത്രക്കാരൊക്കെ എല്ലാത്തിൻ്റെയും വേസ്റ്റൊക്കെ നമുക്ക് ഈ വഴിവക്കിലാണ് ഇടുന്നത്. അവിടെയൊക്കെ ഒരു വേസ്റ്റ് ബീക്കറിൻ്റെ സംവിധാനം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിലിട്ടേനെ. ഇതെല്ലാം നമ്മൾ വഴിയോരത്ത് ഇടുന്നത് കൊണ്ട് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഒരു ഭംഗിയൊക്കെ കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അളിയൻ്റെ വീഡിയോ എടുക്കുന്നതിൽ കണ്ടിട്ടാണ് ഞാൻ ഒരുപാട് ചിരിച്ചത് പിന്നീട് വീഡിയോ കണ്ടിട്ട്. കാരണം ഞങ്ങളെ നിർത്തിയെടുക്കാൻ പറഞ്ഞാൽ മൂപ്പർ ഞങ്ങളെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ തല മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാലും വളരെ എൻജോയ് ചെയ്തു കേട്ടോ. കാരണം നമുക്ക് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കാണിക്കാനും പറ്റി. അപ്പോൾ മൂപ്പരാണ് ഇത് ചെയ്തത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞത് വേറൊരു സ്ഥലത്ത് പോയിട്ട് സിഫുവിന് എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവളെ നിർത്തി ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന്. അവൾക്കും ഈ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അനിയത്തിമാരും ഞാനും ഒക്കെ ഇതിനിടയിൽ കൂടെ വന്ന് ഓടിക്കളിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡ്രസ്സ് കംപ്ലീറ്റ് അഴുക്കും ചെളിയും മണ്ണും ഒക്കെ ആയിട്ട് ഒരു വിധത്തിൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ചെറിയ കുട്ടികളെപ്പോലെ ഞങ്ങളിങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ സോവുവിൻ്റെ മോനൊക്കെ ഞങ്ങൾ കളിയാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളതൊന്നും വകവെച്ചില്ല. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്തു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ മസിലും പിടിച്ചിരിക്കാതെ കുറച്ച് കഴിഞ്ഞ് ശ്വാസം വിട്ട് സന്തോഷിച്ച് ഉല്ലസിച്ച് പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടി ഡാൻസ് കളിച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിഷമങ്ങളോ ഒക്കെ നമ്മൾ മറക്കും. അപ്പോൾ അങ്ങനെ വൈബുള്ള ആൾക്കാരാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ. അപ്പോൾ എൻ്റെയൊക്കെ ആദ്യമൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഞാൻ അങ്ങനെ ആയിട്ടുണ്ട്. എൻ്റെ ഒപ്പം ചേർന്നിട്ട് മൂപ്പരും എന്നെപ്പോലെയൊക്കെ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഹാപ്പിയായി എൻജോയ് ചെയ്തിട്ട് വന്നു കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് മൂന്നാറിലുള്ള ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഉച്ചഭക്ഷണം അതിഗംഭീരമായി ഞങ്ങൾ കഴിച്ച് വീണ്ടും മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ ഈ മലനിരകളിലൂടെ താഴ്വാരങ്ങളിലൂടെ ഞങ്ങൾ ഇറങ്ങി പൊള്ളാച്ചി വഴി അങ്ങനെ മറയൂർ ചന്ദനക്കാടുകളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ നേരെ വീട്ടിലെത്തിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ആ രാത്രിയിലുള്ള ആ കാഴ്ചകളൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല. കാരണം വെച്ചാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. ഈ ആന ഓരോ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ആന മറ്റേ പുലി അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോയിൽ. എൻ്റെ ട്രാവൽ വീഡിയോ അവസാനിക്കുകയാണ്. 3 വീഡിയോ ആണ് ഞാൻ ഇട്ടത്. 3 വീഡിയോയും കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും എനിക്ക് തരണം കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ.